പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ ചോളത്തിൻ്റെ ഇത് തൈ കുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇത്ര വലുതായിട്ടോ. പിന്നെ ചോളം എപ്പോഴാണ് ഉണ്ടാവുകയെന്നറിയില്ല. ഏകദേശമൊക്കെ വലുപ്പം ആയിട്ടുണ്ട്, ഉണ്ടാകാനുള്ള വലുപ്പമൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ അത് എപ്പോഴാണ് കായ് ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല. ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അതുപോലെ തന്നെ വഴുതനങ്ങയൊക്കെ നല്ല കായുണ്ട് കേട്ടോ. വഴുതനങ്ങയൊക്കെ നല്ല കായുണ്ട്. പയറുമ്മലും കായുണ്ട്. പയറൊക്കെ നല്ല ഷാറായിട്ടുണ്ടാവുന്നുണ്ട്. നമ്മൾ ഈ ഒരു പപ്പായ ഉണ്ടല്ലോ, ഇത് നമ്മൾ പൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് കേട്ടോ. പിന്നെ മുകളിലുള്ളതാണ് നമ്മൾ കറിക്കൊക്കെ എടുക്കുന്നത്, സാമ്പാറിനൊക്കെ ഇടാൻ ഒക്കെ എടുക്കുന്നത് അതാണ്. അതുപോലെ തന്നെ ഇവിടെ മത്തന് അവിടെ അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. മത്തൻ നല്ല മൂത്ത് നമുക്ക് അതിൻ്റെ വിത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് പറിക്കാതെ അങ്ങനെ നിന്നത്. ഇവിടെ ഇതാണ് മത്തൻ കേട്ടോ. മത്തന് ചുവപ്പ് മത്തനാണ്. ഇത് ആദ്യം മഞ്ഞയായിരുന്നു കേട്ടോ, പിന്നെ അങ്ങനെ കടും ചുവപ്പായി. അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുള്ള കളറാണത്. കുറച്ച് വലുതായിട്ടാണ് നമ്മൾ ഈ ഇത് പറിച്ച് നട്ടിട്ടുള്ളത് കേട്ടോ. ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളിത് പറിച്ചിട്ടത്. എല്ലാ വർഷവും പറിച്ച് നടണ തെങ്ങ് എത്ര വലുതായാലും നമുക്ക് പറിച്ച് നട്ടാലും അത് പോകില്ല കേട്ടോ. നല്ല ഉഷാറായിട്ട് ഉണ്ടാവും. നമ്മൾ നല്ല നനച്ച് കൊടുത്താൽ മതി പിടിക്കോളം. പിന്നെ നനയില്ലെങ്കിലും കുഴപ്പമില്ല. അത് ശരിക്ക് ഇതുണ്ടല്ലേ, അതിൻ്റെ പട്ട പിന്നെയും പുതിയതായിട്ട് ഉണ്ടാവണുണ്ട്. നമ്മൾ മാതോളിൻ്റെ തൈ ഇവിടെ വേര് പിടിപ്പിച്ചതായിരുന്നു. ആ വേര് പിടിപ്പിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ പുതിയ ഇതിങ്ങനെ തേപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ തേത്ത് വരാണ്. ഒരു പക്ഷേ ചിലപ്പോൾ കായ ഉണ്ടാവും, ചിലപ്പോൾ പൂവ് ഇടാൻ സാധ്യത ഉണ്ട്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ അതിൻ്റെ സമയമാണല്ലോ, അതിൻ്റെ സീസണാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇതിനൊക്കെ പുതിയ നാമ്പ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിവിടെ കോവക്ക ഉണ്ട്. കോവക്ക പിന്നെ നമ്മളിവിടെ ഈ മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ട്. പിന്നെ പൊന്നാങ്കണ്ണി ചീര ഉണ്ട്. അങ്ങനെ കുറച്ച് ചായ മനസ്സാറിന് ഒരു ചീര വർഗത്തിലുള്ളതാണ് കേട്ടോ. ഒരു പയറിൻ്റെ ഒരു ടേസ്റ്റാണത്. നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വാഴൻ്റെ കൊല വെട്ടാനായിട്ടുണ്ട് കേട്ടോ. ഒരു 10-25 കിലോ ഉണ്ടാവും. നല്ല തൂക്കമുള്ളൊരു വാഴക്കൊല, വലിയ കൊലയാണ്. പിന്നെ അത് വഴുതനങ്ങ ഉണ്ടല്ലേ, വഴുതനങ്ങ അവിടെ ഇതിലൊക്കെ വഴുതനങ്ങയുണ്ട്, പയറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വാളൻ അമരക്കുണ്ട്. ഈ അമരക്ക നല്ല വലിപ്പമുള്ള അമരക്കയാണ് കേട്ടോ. അത് ഈ നമ്മളിങ്ങനെ മൂക്കണതിൻ്റെ മുന്നേ പറിച്ചിട്ട് കറിക്കോ തോരൻ വെക്കാനൊക്കെ ഉപ്പേരിക്ക് അതിനൊക്കെ എടുക്കാൻ പറ്റിയതാണ് കേട്ടോ. മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റില്ല. അതുപോലെ തന്നെ ഇവിടെ തക്കാളി ഇത് കണ്ടില്ല, തക്കാളി ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടെ തക്കാളി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴെ ഇവിടെ ഇതൊക്കെ തക്കാളി ശരിക്കും പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിനുള്ളൊരു വളം പിടിക്കാനുള്ളൊരു ഇത് മൈക്രോ ന്യൂട്രിയൻസ് പറഞ്ഞത് ബീറ്റ്റൂട്ടിൽ നിന്ന് ഉണ്ടാക്കിയത്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മൈക്രോ ന്യൂട്രിയൻസ് എങ്ങനെ ഉണ്ടാക്കുക, കായകളും പൂക്കളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒറ്റ കായും പൂവും കൊഴിഞ്ഞാടി പോകില്ല കേട്ടോ, എല്ലാം പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ അതിൻ്റെ വീഡിയോ ഒന്ന് ചാനലിലൊന്ന് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മൈക്രോ ന്യൂട്രിയൻസ് എങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ ഞാൻ വിശദമായി ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഒന്ന് കയറി കണ്ട് നോക്കുക കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മൾ ഇത് ഇതുണ്ടാക്കിയിട്ട് എന്താണ് അമരക്കൻ്റെ വള്ളി ഇവിടെ നിന്നാണ് പടർന്നിട്ടുള്ളത്. അവിടെ ഒരു അവക്കാഡോൻ്റെ ഒരു തൈയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ തെങ്ങിൻ്റെ ചുവട്ടിലാണ് നമ്മൾ ഈ ചിരങ്ങ വെച്ചിട്ടുള്ളത്. ചിരങ്ങ, ചീമച്ചിരങ്ങ ഒക്കെ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. അത്
അതിൻ്റെയൊക്കെ അടിഭാഗം എന്താണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പിന്നെ നമ്മൾ ഒരു വാഴ വെച്ചത്, പൊണ്ണൻ വാഴ എന്ന് പറയും, നമ്മൾ കൂട്ടാൻ കായ്ക്കൊക്കെ എടുക്കണ ഒരു വാഴൻ്റെ തൈയാണിത് കേട്ടോ. അത് ഉണ്ടായിട്ടില്ല, അത് പിടിച്ച് വരുന്നുള്ളൂ, അത് മുളക്കാനാവണുള്ളൂ. അതുപോലെ തന്നെ നമ്മളവിടെ ഏലം ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ്. അപ്പോൾ ഏലത്തുമ്മ പിന്നെ പുതിയ ഇതുണ്ടാവുന്നുണ്ട് കേട്ടോ, പുതിയ അതിൻ്റെ പിന്നെ ശരങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, പിന്നെ പൂവുണ്ട്. കായ ഇതുവരെ പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മുടെ കാലാവസ്ഥയിൽ അങ്ങോട്ട് പൂവിടണ തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്, പിടിക്കൽ പിന്നല്ലേ. അപ്പോൾ ഏതായാലും ഇപ്രാവശ്യം പിന്നെ കായ പിടിക്കുന്നതാണ് തോന്നുന്നത്, കാരണം എന്തെങ്കിലും കുറേ ഇത് ഉണ്ടാവുന്നുണ്ട്. നമ്മളാവശ്യത്തിന് കിട്ടിയാൽ മതിയല്ലോ, അത്ര അതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കണില്ല കേട്ടോ. നമ്മളിവിടെ ഇത് ഉണ്ടാവുമല്ലേന്ന് പിന്നെ പരീക്ഷിച്ച് നോക്കിയതാണ്. അതുപോലെ തന്നെ ഇവിടെ കരിമ്പ് നമ്മൾ പിന്നെ ഇവിടെ നട്ടിട്ട് ഇങ്ങനെ പിന്നെ അതിൻ്റെ ഇത് നല്ല വണ്ണമുള്ള കരിമ്പാണ് കേട്ടോ. അങ്ങനെ പൊന്തി പോകുന്നതിനനുസരിച്ച് ഇവിടെ താഴെ വേറെ ഉണ്ടാവും. ഇതുകൊണ്ട് വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് വേറൊരു കരിമ്പ് അവിടെ ഉണ്ടാവും. അതിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ഉണ്ടാകാനയക്കാതെ നമ്മൾ കൂട്ടം കുത്തി ഉണ്ടാക്കി നമുക്ക് പിന്നെ വേറെ ഒരു കൃഷി ഇവിടെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പാകത്തിന് നമ്മൾ വെട്ടിയെടുക്കുന്നതിനനുസരിച്ച് വേറെ ഉണ്ടാകാൻ സമ്മതിക്കാൻ പാടില്ല. കൂടുതലുണ്ടാകുകയാണെങ്കിൽ നമ്മൾ പറിച്ച് കളയണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സാധനം നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിയില്ല, വെറും കരിമ്പിൻ്റെ ഒരു ഇത് മാത്രമായിട്ട് വരും. പിന്നെ ഇവിടെ ഒരു കർമ്മത്തിൻ്റെ ഒരു മരം ഉണ്ട് കേട്ടോ. പിന്നെ ഞാനത് പറിച്ച് കളയാതെ അവിടെ കുഴിച്ചിടാനുള്ള കാരണം ഈ ഒരു ഏലത്തിനൊരു തണലാവുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഏലത്തിന് നല്ല തണൽ ആവശ്യമുള്ളൊരു ചെടിയാണല്ലോ ഏലം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് അവിടുന്ന് കളഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ പയർ ഇതുണ്ടല്ലേ, പയറിങ്ങനെ നല്ല കായുണ്ട് കേട്ടോ. കുറച്ചൊന്നുമല്ല, പയർ നമ്മൾ ഇഷ്ടമാതിരി പയറുണ്ടാവുന്നുണ്ട്. നമ്മളെ പിന്നെ ഉപ്പേരിക്ക് ഉള്ള അതിനുള്ള പയറൊക്കെ എല്ലാം ഇവിടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നമ്മളാവശ്യത്തിനുള്ള ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് പയറുണ്ടാവുന്നുണ്ട്. നല്ല ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും, ഇതിങ്ങനെ തൂങ്ങി പിന്നെ നിൽക്കണ കണ്ടില്ലേ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ മുഴഭാഗം ഇവിടെ ഈ സൈഡിലൊക്കെ പയറുണ്ടാവുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ അവിടെ ഒരു പയർ വളഞ്ഞ് നിൽക്കുന്നുണ്ടല്ലേ. നിറയെ പയർ നമ്മൾ ഇഷ്ടമായൊരു പയറാണ് കേട്ടോ. നമ്മളിത് ഒരു 2-3 ട്രിപ്പ് നമ്മളിത് പറിച്ചിട്ടുണ്ട്. ഇനിയും പിന്നെ പയറൊക്കെ ഉണ്ടാകുന്നുണ്ട്. വഴുതനങ്ങ കണ്ടില്ല, വഴുതനങ്ങ നല്ല നീളമുള്ള വഴുതനങ്ങയാണ്, ഉരുണ്ടതല്ല. പിന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള വഴുതനങ്ങയാണ്. പയറാണെങ്കിൽ നല്ല നീളമുള്ള പയറുമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ചീമച്ചിറങ്ങ ഉണ്ടല്ലോ, ചീമച്ചിറങ്ങ പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ. കായ ആയിട്ടില്ല, പൂവുണ്ടാവുന്നുണ്ട്. അത് പിന്നെ അവിടെ ഇങ്ങനെ പൂവായിട്ട് വരുന്നുണ്ട്. നമ്മൾ എത്രത്തോളം ഇത് ക്യാമറയിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ പൂവുണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ പിന്നെ അമരക്കയ്ക്ക് അതിനും പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ. ഭാഗത്ത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിന് ചെറിയത് കണ്ടില്ലേ, ചെറിയ പൂക്കളിങ്ങനെ വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് ഇത് ഒക്കെ പൂവാവും കേട്ടോ. ഇത് പിന്നെ നല്ല കരുത്തിൽ വളരണമുണ്ട് കേട്ടോ. അത് നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല, അതിങ്ങനെ വളരുന്നത്. അതിനൊരുപാട് പടക്കാനുള്ള സ്ഥലം വേണ്ടി വരും കേട്ടോ. കുറഞ്ഞ സ്ഥലമാണെങ്കിൽ ഇത് ആരും ഇത് ഉണ്ടാക്കരുത് കേട്ടോ. അത് നല്ല സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ അമരിക്ക ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടെന്ന് വെച്ചാൽ അത് വേറെ എന്തെങ്കിലും നമ്മൾ പടർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇത് പടർന്ന് അതിനും വളരില്ല, ഇത് രണ്ടും വളരാതെ നശിച്ച് പോകും കേട്ടോ. ഒരു പൂവോ കായൊന്നും ഉണ്ടാവില്ല. പിന്നെ അത് സ്ട്രോബെറിയാണ് കേട്ടോ. സ്ട്രോബെറി കണ്ടില്ലേ, സ്ട്രോബെറി ഇത് ഒക്കെ വന്ന് പുഴുക്കൾ വന്ന് തിന്ന് നാശമാക്കിയതാണ് കേട്ടോ. ഒരു പുഴു എപ്പോഴും ഇതിൻ്റെ ബാക്കിൽ ഇത് തിന്നാനായിട്ട് നടന്ന് അത് കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ തിരഞ്ഞാൽ കിട്ടും, അതിൻ്റെ അടിയിൽ അവിടെ ഇടയിലൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു മരുന്ന് അടിക്കുക. അതുപോലെ തന്നെ തണ്ടില്ല ഇതിന് ചക്ക ഉണ്ടാവണം. ഇത് ഉണ്ടാവാത്ത ചക്കയാണ് കേട്ടോ. ഇത് ചക്കേൻ്റെ ചവളെന്ന് പറയും. പിടിക്കണ ചക്ക നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് അറിയാം, അതിനൊരു മുള്ളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ല, ഇത് ബോൾസയാണ് കേട്ടോ. റോസ് കളറാണ്, ഒരു നല്ലൊരു പിങ്ക് കളറാണ്, റോസ് അല്ല കേട്ടോ. അതുപോലെ തന്നെ അവിടെ
ഈ പോപ്പിൻ ചെടി ഉണ്ട്. ഇത് നിറയെ പൂക്കളാണ് കേട്ടോ, വേണ്ടിയില്ലേ, ഇങ്ങനെ നിറയെ പൂക്കളുണ്ട്. അതുപോലെ തന്നെ ഇതിമേലും പിന്നെ നമുക്ക് ഇഷ്ടമാതിരി പൂക്കളുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ നഴ്സറിൻ്റെ മാതിരി ചെറിയ പിന്നെ കവറിലിങ്ങനെ ആക്കി നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ പറിച്ച് നടുക ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാ ചെടികളും നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ നമ്മൾ പിന്നെ വാഴക്കൊല ഉണ്ടല്ല, മൈസൂർ പൂവ് പിന്നെ പഴമാണ് കേട്ടത്. നല്ല പിന്നെ കാ വലിപ്പമുണ്ട് കേട്ടോ. അത് കാ വലിപ്പമുണ്ട്, തൂക്കമുണ്ട്. ഒരു 25 കിലോ കൂടുതലല്ലാതെ കുറവ് ഉണ്ടാവില്ല കേട്ടോ. നല്ല പഴമാണിത്. ഇതിനൊരു 3 കന്നുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ഈ വാക്കോല വെട്ടിയെങ്കിൽ ഈ കന്ന് ഇത് പിരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് തീരെ ഉണ്ടാവില്ല. അത് പറ്റാണ്ട് ഇത് പോകും. നമുക്ക് ഈ 2 കന്ന് ഇപ്പോൾ പിരിച്ച് വെക്കണം. അതുപോലെ തന്നെ ഇവിടെ പുതിന ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പുതിന ഉണ്ടില്ല, പുതിനക്ക് പിന്നെ നമ്മൾ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഒന്ന് ഉഷാറാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിമേലും ചക്ക ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതും ഉണ്ടാവാത്ത ചക്കയാണ് കേട്ടോ. ചക്കൻ്റെ ചവളി എന്ന് പറയും. ഉണ്ടാവുന്ന ചക്ക പിന്നെ കുറച്ചുകൂടി അതിന് മുള്ള് ഉണ്ടായിട്ടാണ് ആ ചക്ക ഉണ്ടാവുക. പിന്നെ ഇതുണ്ടാവാത്ത ചക്കയാണ്. നമ്മൾ നുള്ളി കളയണില്ല, അതവിടെ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ കുക്കുംബറൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടാവണുണ്ട് കേട്ടോ. കുക്കുംബർ പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചതാണ്. ഇത് നമ്മളൊരു പരീക്ഷണത്തിൽ ഇത് വെട്ടി കൊടുത്താണ് കേട്ടോ, ഈ വെണ്ടക്ക. എന്നിട്ട് വെട്ടി കൊടുത്തിട്ട് വെണ്ടക്ക ഉണ്ട് കുറച്ച് വലിപ്പക്കുറവുണ്ട് എന്നുള്ളത്, എല്ലാം ഉണ്ടാവുന്നുണ്ട്, കായ്ക്കുന്നുണ്ട് കേട്ടോ. ഇത്